welcome to Dopa. Yes, Neet 2022 അല്ലേ ജൂലൈ 17th നമ്മുടെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 15 days അല്ലേ, 15 ദിവസം. ടെൻഷൻ ഉണ്ടാവും, ഒബ്വിയസ് ആണ്. ഞാൻ ഉണ്ടോ ഇല്ലെന്നൊന്നും ചോദിക്കുന്നില്ല, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, ഉണ്ടാവും അല്ലേ. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓക്കെ, കുറേ നെഗറ്റീവ് ഫാക്ടേഴ്സ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാവും. ഇതിലോട്ടൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്താ, ഒന്നും നല്ല രീതിയിൽ നടക്കാൻ പോകുന്നില്ല. സോ ഈ എക്സാം ആവാൻ പോവാണ്, ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നമ്മളിങ്ങനെ ഇതാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിൽക്കൊന്നും ശ്രദ്ധ കൊടുക്കരുത്. നമ്മുടെ ഒറ്റ എയിമാണ്, എന്താണ്, ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. 2022 നീറ്റ് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവാണ്. MBBSന് ഒരു സീറ്റ് നമ്മൾ ഉറപ്പിക്കാൻ പോവാണ് അല്ലേ. സോ ഈ ഒരു സമയത്ത് ടെൻഷൻ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനൊക്കെ നിങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒഴിവാക്കുക. ഓൾറൈറ്റ്, യാ. സോ ഇനി നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? കുറേ പേർക്കുള്ള ഡൗട്ടാണ്. എൻ്റെ അടുത്ത് കുറേ പേര് പേഴ്സണലി പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്നുണ്ട് പക്ഷെ ഇഫക്റ്റീവ് ആവുന്നില്ല, ആകെ ബേജാറാണ്, കാരണം പഠിച്ചൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, എന്താ ചെയ്യുക? എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഈ ഒരു രീതിക്ക് ഞാൻ നീറ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ എനിക്ക് കിട്ടൂല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം പേഴ്സണലി. സോ എനിക്ക് അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കൊക്കിന് ഒതുങ്ങാവുന്നത് കൊത്താൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ചിലരൊക്കെ പറയില്ല എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, നിനക്കൊക്കെ കൊക്കിന് ഒതുങ്ങാവുന്നത് കൊത്തിയാൽ പോരേന്ന്. ഓക്കെ, പിന്നീട് ഞാൻ ആലോചിച്ചു, എൻ്റെ കൊക്കിൻ്റെ നീളം ഞാൻ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തും കൊത്തിക്കൂടെ എന്നുള്ളത്. ഓക്കെ, ഇഫ് ഐ വാണ്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടോ, നിങ്ങളുടെ കൊക്കിൻ്റെ വലുപ്പം നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ, അത് കൂട്ടിയാൽ പോരെ. എങ്ങനെ? എഫേർട്ട്, നമ്മൾ വർക്ക് ചെയ്യുക അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനും സ്മാർട്ട് വർക്ക് ചെയ്യേണ്ട സമയമാണ് ഇനി വരുന്ന 15 ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എന്താണ്? പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒറ്റ കാര്യം മതി. ബയോളജിൻ്റെ കാര്യം ആദ്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കുറേ അങ്ങനെ വലിച്ച് നീറ്റ് കുറേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബയോളജി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഓരോ ചാപ്റ്റർ എടുക്കുക. ചാപ്റ്റർ എടുത്തിട്ട് ഷട്ടപ്പടയുന്ന പെട്ടെന്ന് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ച് തീർക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആ ഒരു ചാപ്റ്ററിലുള്ള പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾ വേഗം ചെയ്ത് തീർക്കുക. തെറ്റായത് ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ അവിടെ നിങ്ങൾ വട്ടിട്ട് വെക്കുക, പെൻസിലുണ്ടോ പെന്നുണ്ടോ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം അത് വീണ്ടും റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്താണ് തെറ്റുള്ളത്. ഇനി നമ്മളത് ആ തെറ്റ് ഇനി വരുത്തൂല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. സോ ബയോളജി എങ്ങനെ പഠിക്കണം എന്നുള്ള മനസ്സിലാവും. അപ്പോൾ ഡെയിലി നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ ഒബ്വിയസ് ആണ്, അത് തീരും. മനസ്സിലായോ? പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ, അതിനനുസരിച്ചിരിക്കും നമുക്ക് എത്ര ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്നുള്ളത് അല്ലേ. പിന്നെ ഈ ഒരു സമയത്തുള്ള പ്രത്യേകതയാണ് കുറേ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കണം. എന്നാൽ നമുക്ക് ആ ടൈം മാനേജ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് ശരിയാവുള്ളൂ കേട്ടോ. രണ്ടാമത്തത് കെമിസ്ട്രി, സെയിം തിങ്. നമ്മൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നു, ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കരുത് കേട്ടോ. നിങ്ങളുടെ വിചാരമാണ് ലൈക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ട്, എങ്ങനെ ഇതിനൊക്കെ ടൈം മാനേജ് ചെയ്യാന്നുള്ളത്. തെറ്റാടാ. സംഭവം നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, നമ്മൾ ഇത്രയും കാലം ഇതൊക്കെ തന്നെയല്ലേ പഠിച്ചത്. സോ ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം ടു സ്റ്റഡി ദ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ചാപ്റ്റർ പഠിക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഡു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്ത നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഭയങ്കര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് നീറ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയാണ് നമ്മൾ ആൻസർ ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. പിന്നെ ടൈം വെച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് ഫിസിക്സ്, ഫൈനലി ഫിസിക്സ് സെയിം തിങ്. ഓക്കെ, നമുക്ക് കോൺസെപ്റ്റ്സ് പഠിക്കാൻ കുറേ സമയമൊന്നും എടുക്കൂല, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങളുടെ വിചാരം ഉണ്ടാവും ലൈക്ക് ഒന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ലടാ, എനിക്ക് സെയിം ആയിരുന്നു. ഫിസിക്സ് ഒക്കെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലില്ലേ, അപ്പോൾ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ചാപ്റ്റർ പഠിച്ചു തരാം. അപ്പോൾ ചാപ്റ്റർ പഠിക്കാൻ യാതൊരു കാരണവശാലും നിങ്ങൾ കുറേ സമയം എടുക്കരുത് എന്നുള്ള ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. എന്താ ഫിസിക്സ് ഒക്കെ ചെയ്യുമ്പോൾ JEE-ൻ്റെയും IIT-ൻ്റെയും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് പഠിക്കരുത്. ഓക്കെ, അങ്ങനെയൊന്നും സമയം കളയരുത്, മനസ്സിലായില്ലേ? പിന്നെന്താ, വേറെന്താ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം? പിന്നെ നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ടെൻഷൻ കൺട്രോൾ ചെയ്യുക. എങ്ങനെ കൺട്രോൾ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. ആ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
നിങ്ങളുടെ മുന്നിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എടാ ഡോപ്പ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളിൽ വിശ്വസിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. നിങ്ങൾ അതുപോലെ അവിടെ നിന്ന് എഫേർട്ട് ഇടണം. ആരും പേടിക്കണ്ട. ഈറ്റ് വെൽ, ഡ്രിങ്ക് വെൽ, സ്ലീപ്പ് വെൽ ആൻഡ് സ്റ്റഡി വെൽ. ഇത്രയും കാര്യങ്ങൾ. പിന്നെ കുറേ ഫ്രണ്ട്സ് ഈ സമയത്തുള്ള ഏറ്റവും വലിയ കാര്യമാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിലും വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും പല ഫ്രണ്ട്സ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വിളിക്കും, എടാ നീറ്റ് ആവാനാടാ, എനിക്കൊന്നും പഠിച്ചിട്ട് കയറുന്നില്ലടാ. എന്താ നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ കരുതിക്കൂട്ടി ചെയ്യുന്നതാവൂല. ബട്ട് സ്റ്റിൽ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ എനർജിയും കൂടി ഡൗൺ ആയി പോകും അല്ലേ. അപ്പം നമ്മൾ അങ്ങനത്തെ കോൺവെർസേഷൻസ് നിന്നൊക്കെ വിട്ട് മാറി നിൽക്കാം. അവരടുത്ത് പറയാം, പേടിക്കേണ്ട ആവശ്യമില്ലടാ, ഇഫ് ഐ ക്യാൻ യു ക്യാൻ. ഓക്കെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റാണ്. ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഓക്കെ, സോ എനിക്കത് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഞാൻ ഇവിടെ എത്താൻ കാരണം ഒറ്റ കാര്യമാണ്, ഞാൻ എന്നിൽ വിശ്വസിച്ചു, ഞാൻ വർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. സോ ഇപ്പം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ട് അല്ലേ, നമുക്ക് നീറ്റ് കിട്ടണം, നമ്മൾ നീറ്റ് ക്ലിയർ ചെയ്യാൻ പോവാണ്, MBBS ഒരു സീറ്റ് നമ്മൾ ഉറപ്പിക്കണം. ഈ തീ കെടാനായിട്ട് പല കാരണങ്ങളും പുറത്തുനിന്ന് വരും. ഇൻ കേസ് അത് കെട്ടുപോയാലും മണ്ണെണ്ണ ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ ആ തിരിനെ കത്തിക്കണം. മനസ്സിലായില്ലേ? യെസ്, അത് മാത്രം മതി. ഇപ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസ് കൈവിടാണ്ട് നിങ്ങൾ അവസാനം വരെ കൊണ്ടുപോവുക. ഉറപ്പാണ് വിജയം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതെൻ്റെ വാക്കാ. നിങ്ങൾ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പേടിയോട് കൂടാണ്ട് എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ നീറ്റ് അത് ഞാൻ തെളിയിച്ചതാണ്. ഇഫ് ഐ ക്യാൻ യു ക്യാൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം നീറ്റ് 2022 അത് മാത്രം മതി നമ്മുടെ മുന്നിൽ. നിങ്ങൾ ഡോക്ടർ ആവാൻ പോകുന്ന ആൾക്കാരാണ്. ആ ജൂലൈ 17 എന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് എന്താ വേണ്ടത്? ചിരിയാണ് വേണ്ടത്. അല്ലാണ്ട് അയ്യോ എക്സാം പോയി, എനിക്ക് കുറച്ചും കൂടി പഠിക്കാമായിരുന്നു എന്ന വിചാരമല്ല വേണ്ടത്. സോ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാകാതിരിക്കാൻ, റിഗ്രറ്റ് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുക കേട്ടോ. നല്ല ഉഷാറായിട്ട് പഠിച്ചു. ഇനി ജസ്റ്റ് 15 days ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കൂ, 15 days പഠിച്ചാൽ പോരെ? അത് കഴിഞ്ഞാൽ നമ്മൾ ആരാ? യെസ്. സോ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എല്ലാവർക്കും? അത്രേ ഉള്ളൂടാ. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട, ടെൻഷനൊന്നും അടിക്കണം. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമല്ല. നമുക്ക് എല്ലാം നമ്മുടെ കോൺഫിഡൻസും കൂടി പോകാമെന്ന് മാത്രം അല്ലേ. ആ സമയത്ത് നമ്മൾ നല്ലൊരു രീതിയിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രീതിങ് എക്സസൈസ് ചെയ്താൽ മതി. നല്ല കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക. എനിക്കൊക്കെ പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ നമ്മൾ ടെൻഷനെ കൺട്രോൾ ചെയ്യുന്നത്. സമാധാനം കിട്ടുന്നവരോട് സംസാരിക്കുക, എന്നുവെച്ച് കുറേ നേരം സംസാരിക്കരുത് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അതേപോലെ ഇങ്ങനെ ചെയ്തു പോയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി 2022 ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക കേട്ടോ. എനിക്ക് അത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയുള്ളത്. റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആൻഡ് ബയോളജി ഒക്കെ കുറേ സമയം എടുത്ത് വായിക്കരുത്. ഒരു ചാപ്റ്റർ എടുക്കുന്നു, നമ്മൾ പെട്ടെന്ന് ഷട്ടപ്പടയെന്ന് വായിച്ചെടുക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ ഇതൊരു റുട്ടീൻ ആക്കി മാറ്റുക നിങ്ങൾ. സെയിം വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ, സോ ഈസി ഗൈസ്. 200 questions അത്രേ ഉള്ളൂ. ആൻഡ് 15 days നിങ്ങൾക്കുണ്ട്. മനസ്സിലായോ? ഇത്ര ദിവസം കുറവാണെന്ന് പറയേണ്ട. അരമാസം ഉണ്ട് നിങ്ങൾക്ക്, അരമാസം. ഇതിൽ നിങ്ങൾ കഷ്ടപ്പെട്ട 12th കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾ കഷ്ടപ്പെട്ട കിട്ടാം. പിന്നെ കുറേ പേർക്കുള്ളതാണ് 12th മാർക്ക് വന്നിട്ട് കുറേ പേര് ഡൗൺ ആയിരിക്കുന്നവരുണ്ടാവും. 12th മാർക്ക് ഒന്നും എവിടെ എടുക്കാൻ പോകുന്നില്ല. ആ കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നോ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നോ, കിട്ടിയിരിക്കും മക്കളെ. അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ആരും ഡൗൺ ആയിട്ടൊന്നും പോകണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം ഉള്ളൊരു തീ, അല്ലെങ്കിൽ ഇപ്പൊ കൊളുത്തപ്പെട്ട തീ അല്ലേ, അതെന്താ ആളിക്കത്തട്ടെ. മനസ്സിലായില്ലേ? നമ്മുടെ പേര് നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ അറിയണം. മനസ്സിലായില്ലേ? യെസ്, നല്ല രീതിക്ക് ഫൈൻ. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഇടയ്ക്ക് വരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാം. എന്തൊരു ടോക്കൊക്കെ ആയിട്ട് വരാം. ആൻഡ് എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, പേടിയൊന്നും വേണ്ട. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇഫ് ഐ ക്യാൻ യു ക്യാൻ. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആടാ. അപ്പോൾ ഞാനൊക്കെ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഒരു ചാപ്റ്ററിന് 8-9 പ്രാവശ്യം വായിച്ചാലും എനിക്ക് മനസ്സിലൊക്കെ നിൽക്കുള്ളൂ. അപ്പോൾ ഇഫ് ഐ ക്യാൻ യു ക്യാൻ അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. കാരണം ഞാൻ പ്രൂവ് ചെയ്താണ്. സോ നിങ്ങൾക്കും പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.